ഇപ്പോൾ ദീദി ദാമോദരനൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ദീദി ദാമോദരൻ. ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ സ്ഥിതിക്ക് ഇനി പരാതിക്കാരി എന്ന ഫോക്കസിൽ നിന്ന് വിട്ട് പകരം WCCയും AMMA എന്ന സംഘടനയും തമ്മിലുള്ള ചേരിപ്പോരാണ് ഇതിന് പിന്നിൽ ഉള്ളത്. അതുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് എന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് മുതിർന്ന അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതിനുള്ള ശ്രമം അതിനുവേണ്ടിയാണ് സിദ്ദിഖ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇന്ന് കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളെ പറ്റി പ്രത്യേകിച്ച് അത് അങ്ങനെയാണോ കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ലാത്തതുകൊണ്ടും എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുള്ളൂ. ചേരിപ്പോഴ് ഏതെങ്കിലും സംഘടനയായിട്ട് WCCക്ക് ഇല്ല. WCC ഇതിനോടൊക്കെ മത്സരിക്കുന്ന ഒരു സംഘടന പോലുമല്ല. അത് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ കാലം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാവും. ഇവരുടെ ആരെങ്കിലും സംഘടനാ ഫലമോ അല്ലെങ്കിൽ അവരുടെ രീതികളോ ഒന്നുമല്ല WCC അനുവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ ഒരു കമന്റ് പോലും വാസ്തവത്തിൽ അവർ അർഹിക്കുന്നില്ല. WCCക്ക് ഇവരെ തോൽപ്പിച്ച് ഇവരെ പോലെ ഒരു സംഘടനയാവാനുള്ള യാതൊരു ഉദ്ദേശവും സമീപഭാവിയുമല്ല, ഭാവിയിൽ ഒരിക്കലും ഇല്ലതാണ്. ഇത് ഇവിടെ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്താണോ ഈ രാജ്യം അനുശാസിക്കുന്നതെന്ന് അത് ഇവർക്കൊക്കെ ബാധകമാണ് എന്നുള്ള തിരിച്ചറിവും അതിന്റെ ഷോക്കുമായിരിക്കും അവരെ കൊണ്ട്. അഥവാ അങ്ങനെയാണ് അതിൽ പറയുന്നതെങ്കിൽ അവരുടെ റിയാക്ഷന്റെ ആ ഉദ്ദേശമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇവരോടൊക്കെ ഏറ്റുമുട്ടി നിൽക്കാനുള്ള ഒരു സംഘബലമോ അല്ലെങ്കിൽ റിസോഴ്സസോ ഒന്നും WCCക്ക് ഇല്ല. ശരിയും തെറ്റും എന്താണ് എന്നുള്ള തിരിച്ചറിവ് മാത്രമേ നമുക്ക് ബലമായിട്ടുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട് മറ്റു പലരും കുറ്റാരോപിതരാകുന്നു, അവർക്കെതിരെ അന്വേഷണം നടക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നതാണ്. MLA മുകേഷിന്റെ കാര്യത്തിൽ, ഇടവേള ബാബുവിന്റെ കാര്യത്തിലൊക്കെ. ഇനി മാത്രമല്ല, കോടതി ആവശ്യപ്പെട്ടുള്ള മറ്റൊരു കാര്യം, പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ അമ്മയുടെ മുൻ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തണം എന്നും പരാതികൾ ഏതെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിയമ നടപടികളിലേക്ക് കടക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ആ തരത്തിൽ കൂടി ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമമായിരിക്കാം കോടതിയിൽ നടക്കുക എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസിന്. എല്ലാ സാധ്യമായിട്ടുള്ള കാര്യങ്ങളും ഒരാൾക്ക് ഇതിന്റെ രക്ഷപ്പെടാനുള്ള ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കും. അത് അവർ ഉപയോഗിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ WCC ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നത് ഇതിലേതെങ്കിലും ഒരു സംഘടനയോ വ്യക്തികളോ നമ്മളുടെ വിഷയമല്ല. ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പ്രിവിലേജുകളാണ് അവർക്ക് ഏറ്റവും സൗകര്യമായിട്ട് ഉപയോഗിച്ചു പോയിരുന്നത്. അതിന് അവർക്ക് സംഘടനാ ശേഷിയൊക്കെ അവരുപയോഗിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ ഇതിനെപ്പറ്റി വേറൊരു കമന്റുമില്ല. ശരി, വളരെ നന്ദി ദീദി ദാമോദരനൊപ്പം ചേർന്നതിന്.